ആരിസ് എന്നൊരു കൊച്ചു പ്രദേശമുണ്ട്. അവിടുത്തെ ഗ്രാമവാസികൾ പുതിയ പുലരിയെ വരവേൽക്കാനുള്ള തിരക്കിലാണ്. അങ്ങ് ദൂരെ ചക്രവാണ സീമയിൽ എന്തോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. പൊങ്ങിയുയരുന്ന പൊടിപടലങ്ങളിലൂടെ കുതിരപ്പുറത്തൊരു മനുഷ്യരൂപം ജനക്കൂട്ടത്തിനടുത്തെത്തി. തന്റെ കുതിരക്ക് കടിഞ്ഞാനിട്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയായി, ദൂതരാം റസൂലിൽ നിന്നും ദൗത്യമേറിയണഞ്ഞവരാണ് ധീരനാം ഫൈറോസ് എന്നോർക്കും കത്തുമായി വന്നതാണ്. ഋക്കടം ധരിച്ചിടുന്ന അത്ഭുതം വിടർന്നിടും പെഞ്ചുമച്ചുമപ്പിനാലെ സുമവദനം ആ കൽബ് തൂങ്ങിടുന്നു സൽവാർത്ത കേട്ട പാടേ. തൽക്ഷണം പിടിച്ചിടേ ചെഞ്ചുമപ്പാലെ വദനം താരകപ്പൂങ്കാനിയായി വിടർന്നിടവേ. തൽക്ഷണം പിടിച്ചിടേ ചെഞ്ചുമപ്പാലെ വദനം താരകം പൂങ്കാനിയായി വിടർന്നിടവേ. ഞാൻ മദീനയിൽ നിന്ന് വരുന്നു, പുണ്യ റസൂലിന്റെ സന്ദേശവുമായിട്ടാണ്. ആഗതൻ സ്വയം പരിചയപ്പെടുത്തി. ആരാണ് ഈ ഫൈറൂസ്? തളം കെട്ടി നിൽക്കുന്ന ജഗതാരകൾക്കിടയിലൂടെ സുന്ദരനും സുമുഖനും ആരോഗ്യ ഫലതന്ത്രനുമായ ഒരു യുവകോമളൻ മുന്നോട്ട് വന്നു. ഞാനാണ് ഫൈറൂസ്. ആഗതൻ തന്റെ കയ്യിലുള്ളായിരുന്ന കത്ത് ഫൈറൂസിനെ കൈമാറി. വിറക്കുന്ന കൈകളോടെ ഫൈറൂസ് അതിന്റെ അകത്തളമെന്ന് വായിച്ചു നോക്കുകയായി. ആറ്റൽ റസൂലിന്റെ റിസാലത്താണേ ഏറെ പ്രിയദാരിൽ സലാമലൈക്കും. ദീനിൻ സലാമിനാൽ വധിച്ചിടണം കോരൻ അസ്വദിൻ അറുത്തിടണം. കാര്യം അറിഞ്ഞിടെ വിറച്ചിടുന്നേ നാമം പുലർത്താനായി പുറപ്പെടുന്നേ. പ്രിയപ്പെട്ട ഫൈറൂസിനെ മദീനയിൽ നിന്നും മുത്തുനബി എഴുതുന്നത് എന്തെന്നാൽ യമനിന്റെ മണ്ണിൽ ഇസ്ലാമിന്റെ ആശയങ്ങളെ വികൃതമാക്കുന്ന ക്രൂരതയുടെ പര്യായം അസ്വദുൽ അൻസിയെ വധിച്ചു കളയണം. ഈ പാവം ഫൈറൂസിന് അത് സാധിക്കുമോ എന്നൊരായിരം മൂർച്ചയേറിയ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ മുൻവേലി ചേർത്തു. ഇതിനൊന്നും വയ്ക്കില്ലെങ്കിൽ നീ എന്തിനൊരു മുസ്ലിമാണെന്ന് പറയണം ഫൈറൂസ് എന്ന ആത്മധൈര്യം അദ്ദേഹത്തിന് ഊർജമായി നൽകി. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് കൊതിക്കുകയായി. ആത്മവീരം കാട്ടി ദൈലമി അടുത്ത് കേട്ടപാടെ ഫൈറൂസ് എന്നും കൂതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുട്ടിടും മികവിനെ കൊതിച്ചാനെ. ആ അസ്വദിന്റെ കോട്ട കണ്ട് ചുറ്റിലെ പരിവാരം കണ്ട് മുട്ടിടും മികവിനായി കൊതിച്ചാനെ. കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം. കൽബിൽ പൊലിഞ്ഞ മോഹം ഉള്ളിൽ വിരിഞ്ഞ ദാഹം. സബബുൽ ഇൽഖിദായി അജബുൽ ഇസ്ലാമി തേടുന്നു റബ്ബിനാൽ റഹ്മാന. സബബുൽ ഇൽഖിദായി അജബുൽ ഇസ്ലാമി തേടുന്നു റബ്ബിനാൽ റഹ്മാന. ഇലൈക നദൂ ഐദിയനാ ഇലൈക നഫ്രിജു അഫ്രിജനാ വഖിനാ മിൻ ശുറൂരി അഅദായിനാ വഖിനാ മിൻ ശുറൂരി അഅദായിനാ. ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകളെയും കൂണുകളെയും നിഷ്പ്രയാസം പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ കഥാനായകൻ ഫൈറൂസ് ദൈലമി മുന്നോട്ട് കുതിച്ചു. അദ്ദേഹം കോട്ടയുടെ മുന്നിലെത്തി. ആരാണെങ്കിലും അത്ഭുതപ്പെട്ടു പോകുന്ന ചെങ്കൽ കോട്ട. അതിനു മുമ്പിൽ ആയുധ സജ്ജരായ അദ്ദേഹത്തിന്റെ പറവുകാർ. ഇല്ല, ഈ ഫൈറൂസിനെ ഇവരെ എതിർത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. രാത്രിയാവാൻ അദ്ദേഹം കാത്തിരിക്കുകയായി. ഇരുളിൻ പടർപ്പ് ആകെ പറക്കണ് തുടര ദൈലമിയോടി അടുക്കണ്. ഇരുളിൻ പടർപ്പ് ആകെ പറക്കണ് തുടര ദൈലമിയോടി അടുക്കണ്. ചാടി അടുക്കണ കുത്തു കൊടുത്തിടെ ആസ്വദിച്ചേതനമാകെ തെറിടേ. ചാടിടും അവർ ഓടിടും അവർ കണ്ട പാട മാറിടും അവർ. ചാടിടും അവർ ഓടിടും അവർ കണ്ട പകയ മാറിടും അവർ. ചക്രവാണ സീമയിൽ സൂര്യൻ അസ്തമിച്ചു. പള്ളികളിൽ ബാങ്ക് വിളി ആരംഭിച്ചു. അദ്ദേഹം ഇരു കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. നാദാ, നിന്റെ ദീനിന് യുദ്ധം ചെയ്യാനാണ് നാദാ ഞാൻ പോകുന്നത്. എന്നെ വിജയിപ്പിക്കണേ. അദ്ദേഹത്തിന്റെ കട്ടാന എടുത്തുകൊണ്ട്
മുന്നോട്ടേക്ക് കൊതിച്ചു. ആരും കാണാതെ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിച്ചു. അവിടെ കിടന്നുറങ്ങിയിരുന്ന അസ്വദുൽ അനസിയുടെ ശിരസിലേക്ക് ഒറ്റ കുത്ത്. അദ്ദേഹത്തിന്റെ കട്ടാരയിൽ അദ്ദേഹത്തിന്റെ തല കുനിക്കൊണ്ട് അദ്ദേഹം മുലോട്ട് കൊതിച്ചു. അവിടുന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ ഗർജിച്ചുകൊണ്ട് അസ്വദുൽ അൻസിയുടെ ശിരസ് അദ്ദേഹം നിലത്തേക്ക് എറിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ തറാവുകാരെ പ്രകമ്പനം കൊള്ളിച്ചു. ഇല്ല, ആവില്ല, തോറ്റു കൊടുക്കുക തന്നെ രക്ഷ. പാടാം യമനിൽ ദിനപുകള്, പാടിടാം ജനന സ്വരത്തിൽ പുകയും ദീനിലെ പരമതി കണ്ടൊരു സയ്യിദര, ദൈലമി എന്നൊരു നായകര, യമനിൽ മണ്ണിൽ ഉശിരോടെ കൽബിൽ നിറയും പൊലിവോടെ, അലത്തിനല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്, അലത്തിനല്ല അനുഗ്രഹത്താൽ യമനിന്നേകിയ നിഅമത്ത്. ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു കഥാപ്രസംഗത്തിന് ഇവിടെ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next on the stage, call letter B. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സ്പെയിനിന്റെ ചരിത്ര താളുകളിൽ പ്രശോഭിച്ചു നിൽക്കുന്ന ധീര വനിതയുടെ ഓർമ്മകളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണ് ഞങ്ങളുടെ ദേശം. അതെ, ഞങ്ങൾ പറയുന്ന കഥയുടെ പേര് അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. അതെ, അധികാരികൾക്ക് മുമ്പിലെ പെൺസിംഹം. വിശാലമായ സ്പെയിൻ, കുന്നുകളും മലകളും താഴ്വാരങ്ങളും എല്ലാം കൊണ്ടും സുന്ദരമാണ്. അതിനപ്പുറം ഇസ്ലാമിനെ പുൽകാനുള്ള മഹാഭാഗ്യവും അവർക്ക് ലഭിച്ചു. താരിഖ് ഇബ്നു സിയാദിന്റെ വീരസ്മരണകൾ മറന്നു തുടങ്ങിയിട്ടേയുള്ളൂ. പക്ഷേ ആത്മീയഹാരം മറഞ്ഞു സ്പെയിനിൻ മണ്ണിൽ നിന്നും, അഹദോന്റെ നൂറ് അണഞ്ഞു മാമല നാട്ടിൽ നിന്നും, ഈമാനിന്റെ പ്രഭാവം പറ്റുന്നേ ആ നാട്ടിൽ നിന്ന് ഫെർഡിനാൻഡിൻ താണ്ഡവമാടുന്നേ. ഓ സ്പെയിൻ, നിനക്കെന്തു പറ്റി? ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഏറ്റില്ലമായിരുന്നല്ലോ നീ. ഇപ്പോൾ ഇതാ സ്പെയിൻ ക്രൈസ്തവരുടെ കരാളഹസ്തങ്ങളിൽ പിടിഞ്ഞമരുകയാണ്. പാവം മുസ്ലിങ്ങൾ അവരുടെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കിനി അവരുടെ വീട്ടിൽ താമസിക്കാൻ അവകാശമില്ല. പാവം മുസ്ലിങ്ങൾ അവരെ ക്രൈസ്തവർ ക്രൂരപീഡനങ്ങൾ കൊണ്ട് ചെയ്യുന്നു. ക്രൂരനായ ഫെർഡിനാൻഡ് ആധിപത്യം വ്യോമാന്തരങ്ങളിൽ ഗുണിഭവിച്ചു. അതെ, ഓരോ മുസ്ലിം വീട്ടിലും പട്ടാളക്കാർ ഇരച്ചു കയറി നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു. അതാ ആ കൊച്ചുകുറിയിലേക്കൊന്ന് നോക്കൂ. അവിടെ ഒരു പെൺ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടെ ഒരു പിഞ്ചുകുഞ്ഞിന്റെ. ആരാണത്? വരും, നമുക്കൊന്ന് ചെന്ന് നോക്കാം. നസുർപട അണിയണിയായി ചീറിപ്പാന് വരുന്നേ, മഹദി വനി സോഫിയാന്റെ വീട്ടിൽ കയറി ചെല്ലുന്നേ. നിരനിരയത് മതമില്ലെങ്കിട്ട് അണിയണിയത് പട നിരന്നിട്ട് ഇടരി കുഫറുകളും, മഹദി സോഫിയാന്റെ കൈകളിൽ ചെങ്ങല, കുടുംബിക വട്ടുകൾ തട്ടുകളും തടവേറ്റ മത്രമിലൂറ്റ ചട്ടമിൽ പടപൊരുതിടലായി. അതെ, അത് വീരമൃത്യു മരിച്ച ധീരജവാന്റെ ഭാര്യയായ സോഫിയയുടെ ഭവനമായിരുന്നു അത്. മതവികാരത്തിന്റെ കൊടുങ്കാറ്റുകൾ ആ കൊച്ചുകുറയിലേക്ക് അടിച്ചു വീശി. എടി, നിന്റെ പേരെന്ത്? സോഫിയ. നിന്റെ മതമോ? ഇസ്ലാം. എനിക്ക് ഇവിടെ നിലനിൽപ്പ് വേണമെങ്കിൽ നീ ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വരും. ഇല്ല, ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഒരു ഇഞ്ച് പോലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോഫിയയുടെ ധീരമായ പ്രഖ്യാപനത്തിന് മുമ്പിൽ കിങ്കരന്മാരുടെ കാതുകളിൽ തുളച്ച് നെഞ്ചിൽ തറച്ചു. ഇവൾ
എത്ര അധികാരിയോ, എന്നാൽ ഇവളെ പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. പട്ടാളക്കാർ ധൃതിഗതിയിൽ ഫെർഡിനാൻഡിന്റെ സന്നിധിയിലേക്ക് ഓടുകയാണ്. നുറുങ്ങുന്ന ഹൃദയത്തിൽ വിറക്കുന്ന കടാക്ഷത്തിൽ പിറുക്കുന്ന ചുണ്ടുകളിൽ സോഫിയ തേങ്ങി അതേരം വിതുമ്പുന്നു സദേരം കിടക്കുന്നു സകലം വിറച്ചു കൊണ്ട് റബ്ബിലലിഞ്ഞു. പ്രിയപ്പെട്ട പ്രഭു, ഞങ്ങൾ ആ പെൺപിശാചിനെ കൊണ്ട് തോറ്റു. ഞങ്ങൾ മതപരിവർത്തനത്തിനായി ചെന്നപ്പോൾ അവൾ വിസമ്മതിച്ചു. അവളുടെ അഹങ്കാരത്തിന് മുമ്പിൽ ഞങ്ങൾ കൂടുതൽ നെളുമ്പരായി. ഇത് കേട്ട രാജാവ് രോക്ഷാകുലനായി. ഓഹോ, ആരെവിടെ പിടിച്ചു കെട്ടവളെ? എന്റെ കാരാഗ്രഹത്തിലെ ശിക്ഷകൾ അവളും ഒന്ന് അറിയട്ടെ. സൈന്യം പെട്ടെന്ന് സോഫിയയുടെ വീട്ടിലേക്ക് കുതിച്ചു. അവളുടെ മഹിളർ അറിഞ്ഞിട്ട് അവളുടെ കരങ്ങൾ കൈയൊന്ന് കെട്ടി ഫെർഡിനാൻഡിന്റെ അടുക്കൽ വന്നുകൊണ്ട് തുറങ്കല്ലടച്ചു. തുറങ്കല്ലായ ബീവി എന്തിനോ വിതുമ്പുണ്ടായിരുന്നു. എന്തിനാണെന്നല്ലേ? ജയിലിന്റെ ഉള്ളിൽ നിന്നും ജഗനോട് നീട്ടിയവർ തേടി പരനോട് കൈകൾ കാട്ടി തേങ്ങിയവർ മതിയാവോളം സുജൂദിൽ വിങ്ങി. റഹ്മാനെ റബ്ബ് റഊഫേ ഇരുലോകം വാഴ്ത്തിടുന്നോനെ, റഹ്മാനെ റബ്ബ് റഊഫേ ഇരുലോകം വാഴ്ത്തിടുന്നോനെ, കൃപയാലെ കുഞ്ഞിനെ കാത്തിടണം നീ എൻ അഹദേ, നിത്യം നൂറ് നിറച്ചു കിനാവതിലേറ്റിടണേ സുബ്രേ. ജിന്നും ജമൽ ജിബാലും കൊല്ലും ചൊല്ലും മഖ്ലൂഖാണല്ലാഹ്, ജല്ല ജലാലേ എന്റെ സുവാലിൽ നിന്റെ ജവാബിന്റെ അല്ലാഹ്. സോഫിയ, നിന്റെ അവസാന അവസരമാണ്. ഈ രണ്ടവസരത്തിൽ നിനക്ക് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഒന്നല്ലെങ്കിൽ ഈ പ്രസ്താവനത്തിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ നിന്റെ പിഞ്ചു കുഞ്ഞിനെ തീകുണ്ടാരത്തിലേക്ക് ഇടുക. സൈനിക നേതാവിന്റെ അട്ടഹാസത്തിന് മുമ്പിൽ സോഫിയ വിങ്ങിപ്പൊട്ടി. സോഫിയ പറഞ്ഞു, ഇല്ല 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 ക്രൂരന്മാരെ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽ പോലും കീഴടങ്ങില്ല. എനിക്ക് എന്ത് സഹിക്കേണ്ടി വന്നാലും അത് എനിക്ക് പൂമാലയാണ്, അത് ഞാൻ സഹിക്കും എന്ന് പറഞ്ഞു. ഇല്ല ക്രൂരന്മാരെ, ഞാൻ അതിന് സമ്മതിക്കില്ല. എന്ത് സഹിക്കേണ്ടി വന്നാലും അതെനിക്ക് പൂമാലയാണ്. ഇത് കേട്ട രാജാവ് രോക്ഷാകുലനായി. ആരെവിടെ? പിടിച്ചു കൊണ്ടുവരുവോളെ. അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ പിഞ്ചു കുഞ്ഞിനെ തീകുണ്ടാരത്തിലേക്ക് എറിയട്ടെ. ആ പാവമായ സോഫിയയുടെ പൊന്നുമകൻ മരിക്കാൻ പോവുകയാണ്. എന്തൊക്കെയോ മന്ത്രിക്കുകയുണ്ട്. എന്താണത്? കുഞ്ഞിക്കണ്ണ് രണ്ടും പൂട്ടി കിനാവുകൾ കണ്ടുറങ്ങൂ നീ മകനെ, ജന്നാത്തുൽ ഫിർദൗസിൽ പാരി കളിക്കുന്ന ഉപ്പാന്റെ സവിധത്തിൽ നീ കരളെ. ഉപ്പാന്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണ്ണിന്റെ മണവല്ലോ നിൻ വദനം. ഉമ്മാന്റെ ജീവന്റെ ജീവനായി തുടിക്കുന്ന ഹൃദയത്തിൽ വരദാനം നിൻ വിനയം. പൊന്നേ കരളെ, നിനക്ക് ജന്മം നൽകിയ ഈ ഉമ്മാന്റെ കൈകൾ കൊണ്ട് തന്നെ നീ മരിക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്ന് നീ പോകുന്നത് നാളെ സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന നിന്റെ ഉപ്പാന്റെ അടുക്കലേക്കാണ്. ഉപ്പയോട് എന്റെ സലാം പറഞ്ഞേക്കണേ, ഉപ്പയോട് എന്റെ സലാം പറഞ്ഞേക്കണേ. ആ ഉമ്മ ആയിരങ്ങൾക്ക് മുമ്പിലുള്ള അട്ടാസങ്ങൾക്ക് മുമ്പിൽ ആ ഉമ്മാന്റെ കൈകൾ വിളറി, കാലുകൾ പിറകോട്ടടിച്ചു. ആ കുഞ്ഞിനെ താങ്ങിയ കൈകൾ കുഴഞ്ഞു വീണു. അതെ അതെ, ആ ഉമ്മാന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിലത്തേക്ക് തീകുണ്ടാരത്തിലേക്ക് വീണു. ആ ഉമ്മ സ്വബോധം നഷ്ടപ്പെട്ട് പിറകോട്ട് മറിഞ്ഞു. ദീനിൻ പുകളോദിയ മഹിതഗവനിതൻ ചരിതമുരത്തിടലായി, തെറ്റുകൾ കുറ്റങ്ങളെല്ലാം പൊറുത്തിടാൻ സദവേയിരക്കുകയായി, ആരിലും തേടുകയായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു പ്രസംഗം ഞങ്ങൾ നിർത്തുന്നു. വാഹ്ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനാദരം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആഗതനായതിന്റെ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. അതെ, ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അറബിക്കടലിലെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. അതെ, അറബിക്കടലിനെ ചെഞ്ചായമണിയിച്ച വീരനായകൻ. ആദിയോനിൽ ഹംദ് പാടി കൈകളുയർത്തി ആദമിൽ മദദാലെ നമ്മെ ചേർത്തിടേണേ. ബിസ്മിയും സലവാത്തുകൾ നാം ഇമ്പമാലെ പാടി അദബിലും അതിതെളിവിലും നാം അമ്പിനാലെ വാഴ്ത്തി ഈ ചരിതം നീ കേൾക്കണേ. ധീരത മാത്രം കാട്ടിയ വീര, മാതൃക മാത്രം ഏകിയ ശൂര, അടിപ്പണറാതെ എന്നും മുന്നിൽ നിന്നു മരക്കാർ. ശത്രുത മുട്ടും തട്ടിയ നേത, കൃത്യത മാത്രം ജീവിത പാത, ഇടപെടരാതെ എന്നും മുന്നിൽ ധീരനായക. ദേശം പൊന്നാനി, മലബാറിന്റെ മക്ക, അറബിക്കടലിന്റെ വിരിമാറിൽ തല താഴ്ത്തിയുറങ്ങുന്ന തനിമയുള്ള നാട്. മഖ്ദൂമി പണ്ഡിതന്മാരിലൂടെയും അറബി കച്ചവടക്കാരിലൂടെയും കേളിക്കേട്ട ദേശം പൊന്നാനിക്കടുത്ത് വെളിയം കോടുകാരനാണ് നമ്മുടെ കഥാനായകൻ കുഞ്ഞിമരക്കാർ. അചഞ്ചലമായ വിശ്വാസം, ഒട്ടും കുറയാത്ത പോരാട്ട വീരം, വീരതയാർന്ന പ്രകൃതം. ചെറുപ്പത്തിലേ ഉപ്പയെ നഷ്ടമായി ഹല്ലലും അലട്ടലുമില്ലാതെ ആ പൊന്നുമ്മ മകനെ സ്നേഹത്തോടെ വളർത്തി സൈനുദ്ദീൻ മഖ്ദൂമിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. അതോടൊപ്പം ആയോധന കലകളിലും കളരിയിലും മികവ് കാട്ടി. മഖ്ദൂമികളിലൂടെ പകർന്നു കിട്ടിയ അചഞ്ചലമായ വിശ്വാസവും ധീരതയും ആത്മവിശ്വാസവും കുഞ്ഞിമരക്കാർ ജനങ്ങൾക്കിടയിൽ പോരാട്ടത്തിന്റെയും ധീരതയുടെയും പ്രതീകമായി മാറി. അങ്ങനെ ഇരിക്കേ മികൈന്തരിൽ മികവീരപകൃതം അതുല്യ ധീരനയം എന്നും പടർന്ന കേളിസരം. അന്ന് പൊന്നാനി ദേശം പാടിയ നാമം അജയ്യ കേളി പെരുത്തൊരു സാരം. വാഴ്ത്തുന്നേ ഞങ്ങൾ പാടുന്നേ ഈ മിടുക്കരന്ന് പൊന്നാനി നാട്ടിൽ മിടുക്ക് കാട്ടിടലായി. എല്ലാ തരത്തിലും പല വിധത്തിലും അവ മുന്നിട്ടു നീങ്ങിടലായി. പിശാചുക്കളായ പറങ്കികൾ മലബാറിന്റെ വിവിധ പ്രദേശങ്ങൾ കീഴടക്കിയിരിക്കുന്നു. വിവരം നാട്ടിലാകെ പരന്നു. ആളുകൾ ഭീതിയിലായി. കച്ചവടക്കാരുടെ മുതലും സമ്പത്തും കൊള്ളയടിക്കുകയും ആളുകളെ ബലമായി പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. സ്ത്രീകളും കുട്ടികളും വീടുകളിൽ ഭയന്നിരുന്നു. കച്ചവടക്കാർ പലരും ഭീതി മൂലം കടൽ യാത്ര ചെയ്യാൻ തയ്യാറാകുന്നില്ല. അടുത്ത ദേശക്കാരായ പലരെയും പറങ്കികൾ പിടിച്ചുകൊണ്ടു പോവുകയും വധിക്കുകയും ചെയ്ത വിവരം കേട്ട് നാടാകെ വിറങ്ങലിച്ചു നിന്നു. അതേസമയം വെളിയം കൂടി നിന്നൊരു സന്തോഷ ദിനം കൂടിയാണ്. എന്താണത്? കല്യാണപുരിശകൾ പറഞ്ഞിടലായി, മോഹങ്ങൾ പെരുമയിൽ പെരുത്തിടലായി. ചിത്തിരമുത്തകൾ പുത്തര സുദിനം, കുഞ്ഞിമരക്കാർ മംഗലി സുദിനം, ചിത്തമിലൊന്തിയ മുന്തിയ സുദിനം, ആനന്ദമാലർ തല്ലും സുദിനമില നടങ്ങും മംഗല്യത്തിൻ പുകളിതളായി. ആ നേരമായി തിളങ്ങുന്നേ പറങ്കി പിശാചുകൾ തീരം വളയുന്നേ. നാട്ടാരും വീട്ടാരും ഞെട്ടിത്തരിക്കുന്നേ. പൊന്നാനിയുടെ വളർത്തുമകനായ കുഞ്ഞിമരക്കാരന്റെ മംഗല്യ സുദിനം. ആളുകളെല്ലാം കല്യാണ വീട്ടിലാണ്. ചിരിയും കളിയും നിറഞ്ഞിരിക്കുന്നു. മണവാളൻ കുഞ്ഞിമരക്കാർ പുതിയ ആപ്പിളെ ചമ്മിന് വധുവെ കാത്തിരിക്കുകയാണ്. സുന്ദര നിമിഷങ്ങൾ. അപ്പോഴാണ് ആഘോഷാന്തരീക്ഷത്തിലേക്ക് ഇടുത്തി പോലെയാണ് ആ വാർത്ത വരുന്നത്. അതേ, പറങ്കികൾ പൊന്നാനി കീഴടക്കിയിരിക്കുന്നു. അവിടുത്തെ ഒരു പാവപ്പെട്ട തരുണിമണിയെ അവർ ബലാത്കാരമായി കൊണ്ടുപോയിരിക്കുന്നു. കുഞ്ഞിമരക്കാരന്റെ കാതുകളിൽ ഈ വാർത്ത പ്രകമ്പനം കൊണ്ടു. സിരകളിലേക്ക് രക്തം ഇരച്ചുകയറി. കണ്ണുകളിൽ പ്രതികാരാഗ്നി ആളിക്കത്തി. എങ്ങനെയും അവളെ രക്ഷിക്കണം. ധർമ്മയുദ്ധമാണ്. ഒന്നെങ്കിൽ ധീരവിജയം, അല്ലെങ്കിൽ വീരമരണം. മംഗലി സന്തോഷം വകവെക്കാതെ കുഞ്ഞിമരക്കാർ പറങ്കിയിൽ ലക്ഷ്യമിട്ടാൽ ഒരുങ്ങിക്കഴിഞ്ഞു. പോകും മുമ്പേ തന്റെ സ്നേഹനിധിയായ ഉമ്മയോട് സമ്മതം വാങ്ങി. ഉമ്മയുടെ കരൻ എങ്ങോട്ടാണ് പോകുന്നത്? ഉമ്മയുടെ കരൻ ഉമ്മയുടെ അടുത്തെത്തും. അള്ളാഹുവിന്റെ വിധി പോലെ വരുമെന്ന് പറഞ്ഞ് കുഞ്ഞിമരക്കാർ തന്റെ പടവാളുമെടുത്ത് പറങ്കി കപ്പലിലേക്ക് കുതിക്കുകയായി. നാട്ടുകൂട്ടമാകെ ഞെട്ടിപ്പാട്ടിലായേ, ശത്രുകൂട്ടമാകെ നാടുവെട്ടിലായേ. സ്വത്തുമൊത്തം റാഞ്ചി ആർത്തിജാലെ കൂടി ആട്ടുപാട്ടുമാലെ
നാടുവെട്ടിലായേ കള്ള പറങ്കി കൊള്ള കൊണ്ടാടി നാട് മുടിച്ച് കൊണ്ടോട്ടമായി കള്ള് കുടിച്ച് പെണ്ണ് പിടിച്ച് കച്ച മുറുക്കി കൊണ്ടോട്ടമായി. പറങ്കിൽ ഉന്മാദത്തിലാണ്. പൊന്നാനി കീഴടക്കിയ സന്തോഷത്തിമർപ്പിൽ അവർ ആർത്തുല്ലസിച്ചു. കള്ളുകുടിച്ചുന്മത്തരായ പറങ്കി കപ്പലിലേക്ക് കുഞ്ഞിമരക്കാരന്റെ ധീരയോദ്ധാവ് കയറിപ്പറ്റി. ഇടനെഞ്ചിൽ അചഞ്ചലമായ വിശ്വാസവും വെലങ്കയിൽ ധീരതയുടെ പെട്ട വാളുമെടുത്ത് പറങ്കികളുടെ ഇടയിലേക്ക് ചെന്ന കുഞ്ഞിമരക്കാർ പറങ്കികളുടെ തല ഓരോന്നോരോന്നായി കൊയ്തെടുത്തു. കുഞ്ഞിമരക്കാരന്റെ വാൾച്ചോട്ടിൽ അവൾ നിലംപൊത്തി വീണു. അറബിക്കടൽ രക്തരൂക്ഷിതമായി ശക്തമായ തിരമാലകൾക്കിടയിലൂടെ ആടിയുള്ള പറങ്കിക്കപ്പൽ ചെഞ്ചായമണിഞ്ഞു. പൊന്നാനിയുടെ പൊന്നോമന മകളെ തിരിച്ചേൽപ്പിക്കണം. കപ്പലിൽ ഭയം നിറച്ചിരുന്ന ആ തെരുണി മണിയെ കുഞ്ഞിമരക്കാർ കെട്ടയച്ചിട്ടു. ചെന്നായ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട മാൻ പേടെ പോലെ അവയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷക്കണ്ണി ധാരധാരയായി പൊഴിച്ചു. അവരെ സുരക്ഷിതമായി തന്റെ കപ്പലിൽ കരയിലേക്ക് അയച്ചു. പറങ്കിൽ ഒരു പാഠം പഠിപ്പിക്കണം. കപ്പലിൽ അവശേഷിച്ചിരുന്ന എല്ലാത്തിനെയും കൊന്നു തള്ളുന്നതിനിടയിലായിരുന്നു അത് സംഭവിച്ചത്. അതേ, കപ്പലിൽ അവശേഷിച്ചിരുന്ന എല്ലാത്തിനെയും ചിന്ന ഭിന്നമായി തെറിപ്പിക്കുന്നതിൽ കപ്പലിൽ ഒളിച്ചിരുന്ന ഒരു പറങ്കി സൈനികൻ കുഞ്ഞിമരക്കാരെ പിറകിൽ നിന്നും ആലുവെത്തി. വെട്ടേറ്റ വീരശൂര യോദ്ധാവ് ധീര രക്തസാക്ഷിത്വം വഹിച്ചു. ചേതനയേറ്റു വീണ ശരീരത്തെ ക്രൂരനായ പറങ്കി സൈനികൻ തുണ്ടം തുണ്ടം കഷ്ണങ്ങളായി കടലിലേക്ക് എറിഞ്ഞു. അറബിക്കടൽ ആ ഷഹീദിന്റെ ശരീരത്തെ ഏറ്റുവാങ്ങി. പൊന്നാനിയുടെ പ്രിയപുത്രൻ, പൊന്നോമനയുടെ പ്രിയ മകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. സ്നേഹിതരെ സ്നേഹനിലാവേ ദിശയുടെ മറവിൽ മറയുകയായി ഈ കുഞ്ഞിമരക്കാരിന്റെ ചരിതം ഇവിടെ തീരുകയായി. കണ്ണിറയെ കണ്ണിറയെ വിജയം കണ്ട സൈനാധിപനോ പൊലിയുകയായി. മലബാറിൻ പൊൻകൊടി ചൂടിയ ചരിതം ഇവിടെ തീരുകയായി. ചരിതം ഇവിടെ തീരുകയായി. മംഗല്യ സന്തോഷം നാടിനു വേണ്ടി ബലി നൽകിയ കുഞ്ഞിമരക്കാരെന്ന ധീരയോദ്ധാവിന്റെ കഥനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമാഗതരായതിന്റെ ഉദ്ദേശം ഇസ്ലാമിക ചരിത്ര താളുകളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ധീര യോദ്ധാവിനെ കുറിച്ച് ആവിഷ്കരിക്കാനാണ്. ഞങ്ങൾക്കറിയുന്ന കഥയുടെ പേര് സിന്ധിന്റെ പടനായകൻ. അതെ, സിന്ധിന്റെ പടനായകൻ. അഖില ചരാചര സൃഷ്ടാവിൽ നാം ഹംദോദി പാടിടാം. അയകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അയകിൽ ത്വാഹ നബിയോരിൽ സലവാത്ത് മുരത്തിടാം. അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് സരാബത്ത് മലകളാൽ ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം. തേൻ കൃഷിയാലും മുന്തിരിത്തോട്ടങ്ങളാലും നിബിഡമായ ത്വായിഫിലെ ഒരു പ്രധാന കുടുംബമാണ് സക്കീഫ്. സക്കീഫ് ഗോത്രത്തിലെ ഒരു ഉയർന്ന അമവി പണ്ഡിതനാണ് കാസിം. കാസിമും തന്റെ ഭാര്യ ഹബീബയും ഇന്നേറെ സന്തോഷത്തിലാണ്. എന്താണെന്നല്ലേ, വൈകാതെ തന്നെ അവർക്കൊരു കുഞ്ഞു പിറക്കാൻ പോവുകയാണ്. അങ്ങനെ വൈകാതെ തന്നെ അവർക്കൊരു ആൺതരി പിറന്നു. ജനിച്ച ഉടനെ കാസിം കുഞ്ഞിന്റെ കാതിൽ ബാങ്ക് വിളിച്ച് താൻ മനസ്സിൽ കണ്ടുവച്ച ആ പേര് കാതിൽ ഉച്ചരിച്ചു. എന്താണ് ആ പേര്? മനസ്സിൽ മധുരം കിനിയും മയക മദതും ഉടയോന്റെ റസൂലര നാമമത് അസർ മുല്ല വിരിഞ്ഞ മുഹമ്മദര. ആരംഭ പൈതലിനേറെ കണ്ടില്ലാവിനെ ആ ഹൈറിൻ പൂമുഖ റബ്ബിൽ തേടുന്നു തണല്. ആയുധമേന്താനാ തിരുവിധി സമമായൊരു ഹൽക്കില്ല. ആലമിലകിലം കീർത്തി നിറഞ്ഞൊരു പേരും ഹൈറില്ല.
മുഹമ്മദ്. അതെ, നീതിയുടെയും നേതൃപഠനത്തിന്റെയും മകുടോദാഹരണമായ മുത്തുനബിയുടെ പേരല്ലാതെ മറ്റേത് പേരാണ് നൽകേണ്ടത്? പക്ഷെ ആ വിളി കൂടുതൽ കാലം നീണ്ടുന്നില്ല. കുഞ്ഞു കാസിമിന് ബുദ്ധി ഉറക്കുമ്പോൾ തന്നെ അദ്ദേഹം നാഥനിലേക്ക് യാത്രയായി. ഇന്നാലില്ല. പക്ഷെ പിതാവിന്റെ ദീർഘവീക്ഷണം തെറ്റിയില്ല. ഇത്തിരി പോകുന്ന പ്രായത്തിൽ തന്നെ ബുദ്ധിവൈഭവം കൊണ്ടും മേൽവഴക്കം കൊണ്ടും കാണികളെ അമ്പരപ്പിച്ചു. അമ്മ ഈ ഭരണകാലത്ത് നാടിനെ മുഴുവൻ കിട്ടുകിട്ട ആവർപ്പിച്ച ഹജ്ജാജ് ബിൻ യൂസഫിന്റെ അനന്തരവനാണ് നമ്മുടെ കഥാനായകൻ. തന്റെ കൗമാരക്കാലത്ത് തന്നെ പേർഷ്യയുടെ ഗവർണറാവുകയും അവിടുത്തെ വിപ്ലവകാരികളെ അടിച്ചമർത്തുകയും ചെയ്തു. പെട്ടെന്നാണ് ഒരു ദിവസം ഹജ്ജാജിന്റെ ദർബാറിൽ നിന്ന് മുഹമ്മദ് ബിൻ കാസിമിന് ഒരു വിളി വരുന്നത്. എന്തിനാണെന്നല്ലേ? മുത്തായ കാസിം തങ്ങൾ സിന്താണല്ലോ, മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. ദീനിന്റെ അബ്വാബ് തുറക്കപ്പെട്ടേ, അകയും സന്തോഷം കൊണ്ടോളിവായല്ലോ. തോഫീഖുല്ലും സാലിക്കോവർ ബഹറിൽ നിന്നും എടുക്കുന്നേ, ഔലാദുൽ സൗജരി എല്ലാം മസ്തൂനാക്കി എടുക്കുന്നേ. മുത്തായ മുത്തായ കാസിം തങ്ങൾ സിന്താണല്ലോ, മുന്നേറ്റം ഹജ്ജാജിന് സുറൂറായല്ലോ. കൊട്ടാരത്തിലെത്തി മുഹമ്മദ് ബിൻ കാസിം ആകാംക്ഷയോടെ ഹജ്ജാജിനോടായി ചോദിച്ചു, എന്താണ് അങ്ങുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. സിലോണിലെ രാജാവ് നമുക്കയച്ച സമ്മാന കപ്പൽ സിന്ധിലെ കടൽ കൊള്ളക്കാർ കൊള്ളയടിച്ചിരിക്കുന്നു. അതിൽ സമ്മാനങ്ങൾക്ക് പുറമെ ശ്രീലങ്കയിൽ മരിച്ചു വീണ ഭടന്മാരുടെ വിധവകളായ ഭാര്യമാരും അവരുടെ മക്കളുമുണ്ട്. സിന്ധ് ആക്രമിക്കാൻ ഖലീഫ് ഉത്തരവ് നൽകിയിട്ടുണ്ട്. സൈന്യാധിപനായി നീ പോകണം. അതാണ് എന്റെ താല്പര്യം. ഉത്തരവ് കിട്ടിയുടൻ മുഹമ്മദ് കാസിം സിന്ധിലേക്ക് കുതിക്കുകയാണ്. 6000-ഓളം വരുന്ന കാൽപ്പടയും 6000-ഓളം വരുന്ന കുതിരപ്പടയും 5 വമ്പൻ കവണകളുമായി സിന്ധിന്റെ അടുത്തിലെത്തിയപ്പോഴാണ് മുസ്ലിം സൈന്യം ആ കാഴ്ച കാണുന്നത്. എന്താണ് ആ കാഴ്ച? ചെങ്കോലും കയ്യിലേന്തി പടവാളെടുക്കലായി, തൗഹീദിൻ മന്ത്രമാല യുദ്ധം ശുറൂഇലായി, ഉച്ചത്തിലായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചോര കണ്ട് ഭൂമിയും തരിക്കലായി. ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജര്, ഉച്ച പോലെ പ്രകാശിക്കും കാസിം സിറാജര്, ഉടയവന്റെ അമ്രുമായി ഭരിക്കലായി, സിന്ധ് കൊല്ലും നീതിയിൽ തളിർക്കലായി. പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായത്. എന്താണത്? ഒരു നിമിഷം പോലും പകച്ചു നിൽക്കാതെ അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ഹജ്ജാജ് പെട്ടെന്ന് തന്നെയാണ് ആ കാര്യം മനസ്സിലാക്കിയത്. തന്റെ പടവാൾ ഊരിയെടുത്ത് അദ്ദേഹം യുദ്ധഭൂമിയിൽ നൃത്തമാടി. തന്റെ ഭ്രാന്തമായി അദ്ദേഹത്തിന്റെ പടവാൾ ചോരയിൽ പുരണ്ട അദ്ദേഹം യുദ്ധഭൂമിയിൽ ഭ്രാന്തമായി നൃത്തമാടി. തന്റെ ഊരിപ്പിടിച്ച പടവാളുമായി അദ്ദേഹം നിര്യാതമായി തന്റെ എല്ലാ ശത്രുക്കളെയും മരിഞ്ഞു വീഴ്ച തന്റെ പ്രമുഖ എതിരാളിയായ ഹജ്ജാജിന്റെ പ്രമുഖ വ്യക്തിയായ അദ്ദേഹത്തെ അയാൾ കൊലപ്പെടുത്തി. ഇതോടൊപ്പം തന്നെ യുദ്ധാനന്തരം മുഹമ്മദ് ബിൻ കാസിം സിന്ധിൽ നിന്ന് വരുന്ന മതത്തെ വിശ്വസിക്കുന്ന അന്യവിശ്വാസികൾക്ക് നികുതി നൽകി ജീവിക്കാമെന്ന് വ്യവസ്ഥ വെച്ചു. അതിനോടൊപ്പം തന്നെയാണ് വലീദിന് ശേഷം ഖലീഫയായി ഉമർ ബിൻ ഖത്താബിനെ തെരഞ്ഞെടുത്തത്. പെട്ടെന്ന് തന്നെയായിരുന്നു ആ വാർത്ത പറഞ്ഞത്. സിന്ധിൽ നിന്ന് മുഹമ്മദ് ബിൻ കാസിമിനോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടു. സിന്ധുകാർ ഇത് കേട്ടപാട് ഒരു നിമിഷം പകച്ചുപോയി. എന്തേ, ഞങ്ങളുടെ ഗവർണർ ഞങ്ങളെ വിട്ടു പോകുന്നെന്നോ? അങ്ങനെ സിന്ധിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം വിട വാങ്ങുകയാണ്. ബഹറിന്റെ അലകളിൽ ഓളങ്ങൾക്ക് മരം പടപ്പാട്ട് പാടിടുന്ന കാറ്റലേക്കു നൊമ്പരം, ആലമീലാകയും അന്ന് ദുഃഖസാഗരം, സയ്യിദായ കാസിം തങ്ങൾ വേർപാടി നൊമ്പരം. ഡമസ്കസിലെത്തിയ മുഹമ്മദ് ബിൻ കാസിം കണ്ടത് ക്ഷുഭിതനായ ഖലീഫയാണ്. ഖലീഫ എത്രയും പെട്ടെന്ന് തന്നെ മുഹമ്മദ് ബിൻ കാസിമിനെ ബന്ദിയാക്കാൻ ആവശ്യപ്പെട്ടു. എന്താണ് സംഭവിക്കുന്ന അറിയുന്ന മുമ്പ് തന്നെ മുഹമ്മദ് ബിൻ കാസിം കാലാഗ്രഹത്തിൽ അടക്കപ്പെട്ടു. അദ്ദേഹത്തെ പ്രത്യേകം മർദ്ദിക്കാനായി സാലിബിൻ അബ്ദുറഹ്മാനെ ഏൽപ്പിച്ചു. ക്രൂരമർദ്ദനക്കിടയായ അദ്ദേഹം ഒരു ദിവസം സുബഹി നേരത്തെ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്ന കാവൽക്കാരൻ കണ്ടത് നിറപുഞ്ചിരിയോടെ കയ്യിൽ തസ്ബീഹുമാലയും അദ്ദേഹം നാദിലേക്ക് യാത്രയായി. സ്നേഹിതരെ സോദരരെ നിർത്തിടുന്നിതാ സിന്ധിന്റെ മണ്ണിൽ വിജയവഴി നാട്ടിയ കഥ. ദീനിൻ പൊലിവായി നാദൻ കണിഞ്ഞ ധീരൻ ഉലകിൻ പ്രഭയായി മുഹമ്മദ് ബിൻ കാസിം. സ്നേഹിതരെ സോദരരെ നിർത്തിടുന്നിതാ. ഞങ്ങൾ നിർത്തുന്നു. വഹർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.